ജോaquin എൽ ചാപ്പോ ഗുസ്മാൻ ലോവേറ വീണ്ടും അത് ചെയ്യാൻ തയ്യാറെടുക്കുകയാണോ? കൊളറാഡോയിലെ എഡിക്സ് ഫ്ലോറൻസിൽ കർശന സുരക്ഷയിൽ ജയിലിൽ കഴിയുന്ന എൽ ചാപ്പോ വീണ്ടും ഒരു തടവുചാട്ടത്തിന് തയ്യാറെടുക്കുകയാണോ എന്ന സംശയമാണ് അമേരിക്കയിലെ മാധ്യമങ്ങൾ നൽകുന്ന വാർത്തകൾ കണ്ടാൽ തോന്നുക. തന്റെ കേസ് പരിഗണിക്കുന്ന ന്യൂയോർക്കിലെ ജഡ്ജിന് എൽ ചാപ്പോ അടുത്തയിടെ എഴുതിയ ഒരു കത്താണ് പുതിയ വിവാദങ്ങൾക്കും സംശയങ്ങൾക്കും വഴിവെച്ചിരിക്കുന്നത്. തന്നെ ഒരു മൃഗത്തെ പോലെയാണ് പരിഗണിക്കുന്നതെന്നും താൻ 24 മണിക്കൂറും സർവീലിയൻസിലാണെന്നുമാണ് എൽ ചാപ്പോയുടെ പരാതി. തന്നെ ആരോടും സംസാരിക്കാൻ അനുവദിക്കുന്നില്ല. താൻ എഡിക്സ് ഫ്ലോറൻസ് ജയിലിൽ എത്തിയിട്ട് 9 മാസമായി. ഇതിനിടെ തന്റെ അറ്റോർണിയുമായി ആകെ 9 തവണ മാത്രമേ സംസാരിക്കാൻ സാധിച്ചിട്ടുള്ളൂ. ഇത് അമേരിക്കൻ നിയമങ്ങളുടെ ലംഘനമാണ് തുടങ്ങിയവയാണ് ന്യൂയോർക്കിലെ ജഡ്ജിക്ക് എഴുതിയ കത്തിൽ എൽ ചാപ്പോ വിവരിക്കുന്നത്. തന്റെ മേലുള്ള കർശന നിരീക്ഷണം അയച്ചുവിടണമെന്ന് എൽ ചാപ്പോ ആവശ്യപ്പെടുന്നത് എന്തിനായിരിക്കാം? തീർച്ചയായും സംശയിക്കണം. കാരണം 2 വട്ടം വിജയകരമായി ജയിൽ ചാടി തെളിയിച്ചിട്ടുള്ളതാണ് എൽ ചാപ്പോ. അമേരിക്കയിലെ ജയിലിൽ തനിക്കിനി ഒരു രണ്ടാം ജീവിതം ഇല്ല എന്നറിയാവുന്ന എൽ ചാപ്പോ രണ്ടും കൽപ്പിച്ച് നീങ്ങുമെന്ന് തന്നെയാണ് ഫെഡറൽ ബ്യൂറോ ഓഫ് പ്രിസൺസ് സംശയിക്കുന്നത്. തന്റെ മേലുള്ള നിരീക്ഷണവും സുരക്ഷയും ഒന്ന് മയപ്പെടുത്തണമെന്ന് എൽ ചാപ്പോ ആവശ്യപ്പെടുമ്പോൾ അത് പ്രത്യേകിച്ച് അയാളുടെ കേസിനെ ബാധിക്കാനിടയില്ല. കാരണം ആ കേസ് പരിഗണിക്കുകയും വിധി വരികയും ചെയ്തതാണ്. ന്യൂയോർക്കിൽ എൽ ചാപ്പോയുടെ കേസ് പരിഗണിക്കുന്ന ബ്രയാൻ കോഗൺ എന്ന ജഡ്ജ് ഈ കത്ത് സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിന്മേൽ എന്തെങ്കിലും ഒരു നടപടി എടുത്തോ ഇല്ലയോ എന്ന് വ്യക്തമാക്കിയിട്ടില്ല. 4 പേജുള്ള കത്താണ് എൽ ചാപ്പോ നൽകിയത്. എൽ ചാപ്പോയുടെ കേസ് ഡയറിയിൽ കത്ത് പ്രസിദ്ധീകരിക്കപ്പെട്ടതിന് പിന്നാലെ ഫെഡറൽ ബ്യൂറോ ഓഫ് പ്രിസൺസ് പുതിയ ചില മുൻകരുതലുകൾ എടുത്തിരിക്കുകയാണ്. എൽ ചാപ്പോയുടെ കാര്യത്തിൽ ഭയപ്പെടേണ്ടവരുടെ ലിസ്റ്റ് തയ്യാറാക്കുകയാണ് അവർ ആദ്യം ചെയ്തിരിക്കുന്നത്. എൽ ചാപ്പോയുടെ അറസ്റ്റിന് ശേഷം സിനലോവ കാർട്ടൽ ഭരിക്കുന്നത് ഇപ്പോൾ എൽ ചാപ്പോയുടെ മക്കളാണ്. നേരത്തെ ഇതായിരുന്നില്ല സ്ഥിതി. എൽ ചാപ്പോയുടെ അറസ്റ്റിന് ശേഷം പരിചയസമ്പന്നനായ ഇസ്മായിൽ സമ്പാഡയാണ് സിനലോവ കാർട്ടൽ നയിച്ചിരുന്നത്. പക്ഷെ കഴിഞ്ഞ വർഷം സമ്പാഡയ്ക്ക് ഗുരുതരമായ പ്രമേഹ രോഗം സ്ഥിരീകരിച്ചു. തുടർന്ന് നേതൃത്വം എൽ ചാപ്പോയുടെ 2 മക്കളിലേക്ക് കേന്ദ്രീകരിച്ചു. ജീസസ് അൽഫ്രഡോ ഗുസ്മാനും ഇവാൻ അർച്ചുവാൾഡോ ഗുസ്മാൻ സലാസറുമാണ് ഇപ്പോൾ സിനലോവ കാർട്ടലിനെ നയിക്കുന്നത്. തങ്ങളുടെ പിതാവിനെ എന്ത് വില കൊടുത്തും മോചിപ്പിക്കുക എന്നതാണ് അവരുടെ ജീവിത ലക്ഷ്യം തന്നെ. അവർ കൈമെയ് മറന്നിറങ്ങിയാൽ കൊളറാഡോയിലെ ജയിലിൽ നിന്നും മെക്സിക്കോയിലേക്ക് എൽ ചാപ്പോയ്ക്ക് സുഖകരമായ ഒരു പാത ഒരുങ്ങുമോ എന്നാണ് ഫെഡറൽ ബ്യൂറോ ഓഫ് പ്രിസൺസ് ഭയപ്പെടുന്നത്. നിലവിൽ ഗുസ്മാന്റെ സ്ഥിതി ശോചനീയമാണ്. ഒരു ദിവസം 1 മണിക്കൂർ മാത്രമേ ഗുസ്മാനെ തന്റെ സെല്ലിൽ നിന്ന് പുറത്തിറക്കൂ. നേരത്തെ ജഡ്ജി അംഗീകരിച്ചിട്ടുള്ള 3 പേരുമായി 1 മാസത്തിൽ 15 മിനിറ്റ് ഫോൺ കോൾ മാത്രം ഗുസ്മാന് നടത്താം. എൽ ചാപ്പോയുടെ അമ്മയുമായും സഹോദരിയുമായും പിന്നെ ഏറ്റവും ഇളയ മകനുമായും. നരകത്തിന്റെ ഹൈടെക് വെർഷൻ എന്നാണ് സൂപ്പർമാക്സ് പ്രിസൺ എന്ന എഡിക്സ് ഫ്ലോറൻസ് അറിയപ്പെടുന്നത്. സീരിയൽ കില്ലർമാർ, പഴയ ഗ്യാങ് ലീഡർമാർ, കൾട്ട് ലീഡർമാർ, കാർട്ടൽ ബോസസ് തുടങ്ങി ഏറ്റവും നൊട്ടോറിയസ് ആയ ആൾക്കാരെയാണ് ഈ ജയിലിൽ പാർപ്പിച്ചിരിക്കുന്നത്. തടവ് പുള്ളികൾക്ക് പരസ്പരം കാണാനോ സംസാരിക്കാനോ പോലും അനുവാദമില്ല. 37 ഏക്കറുകളിലായി പരന്നു കിടക്കുന്ന ഈ ജയിൽ 24 മണിക്കൂറും 1000-ലേറെ ക്യാമറകളുടെ നിരീക്ഷണത്തിലാണ്. ഇതുകൂടാതെ എൽ ചാപ്പോയ്ക്ക് വേണ്ടി ഒരുക്കിയ പ്രത്യേക സുരക്ഷ വേറെയുമുണ്ട്. ഒരു വർഷത്തിൽ ഏതാണ്ട് $1.2 മില്യൺ എൽ ചാപ്പോയെ സുരക്ഷിതമായി താമസിപ്പിക്കാൻ വേണ്ടി അമേരിക്കൻ ഗവൺമെന്റ് ഇപ്പോൾ ചിലവാക്കുന്നത്. ഇത്ര സുരക്ഷയുള്ള ജയിലിൽ നിന്നും എങ്ങനെ എൽ ചാപ്പോയ്ക്ക് രക്ഷപ്പെടാനാകും എന്ന സംശയം ന്യായമായും ഉണ്ടാകാം. കാരണം എൽ ചാപ്പോയ്ക്കും അയാളുടെ കൂട്ടാളികൾക്കും ആകെ അറിയാവുന്ന പണി തുരങ്കം കുഴിച്ച് രക്ഷപ്പെടുത്തുക എന്നതാണ്. കൊളറാഡോ എഡിക്സ് ഫ്ലോറൻസിൽ ഇത് ഏതാണ്ട് അസാധ്യമാണ്. ജയിലിന്റെ 10 കിലോമീറ്റർ ചുറ്റളവിൽ ഉണ്ടാകുന്ന ഏതൊരു സീസ്മിക് ആക്ടിവിറ്റിയെയും അപ്പോൾ തിരിച്ചറിയാൻ സാധിക്കുന്ന സെൻസറുകൾ ഈ ജയിലിലുണ്ട്. തുരങ്കമുണ്ടാക്കാൻ എൽ ചാപ്പോയുടെ കൂട്ടാളികൾ ശ്രമിച്ചാൽ അപ്പോൾ തന്നെ സിഗ്നലുകൾ ലഭിക്കും. ഇനി ഇതെല്ലാം മറികടന്ന് തുരങ്കമുണ്ടാക്കി ജയിലിന്റെ അടിത്തറ ഇളക്കിയാൽ തന്നെ 6 അടി ഉയരത്തിൽ പച്ചിരുമ്പ് കൊണ്ടുള്ള അടിത്തറയ്ക്ക് മുകളിലാണ് എൽ ചാപ്പോയുടെ സെൽ പണിതിട്ടുള്ളത്. ആറ്റം ബോംബിന് പോലും പിളർക്കാനാവാത്ത സുരക്ഷാ സംവിധാനങ്ങളാണ് എഡിക്സ് പ്രിസണിലുള്ളത്. എന്നാൽ എൽ ചാപ്പോയെ രക്ഷപ്പെടുത്താൻ ഒരു ആറ്റം ബോംബ് ഇടേണ്ടി വന്നാൽ അവരതിടും എന്നറിയാവുന്ന FBP പുതിയ ചില സുരക്ഷാ മുൻകരുതലുകൾ കൂടി സ്വീകരിച്ചിട്ടുണ്ട്. അതിലൊന്ന്, ജയിലിന്റെ 16 കിലോമീറ്റർ ചുറ്റളവിൽ നടക്കുന്ന എല്ലാ ഭൂമി ക്രയവിക്രയങ്ങളും ജയിൽ ഡിപ്പാർട്ട്മെന്റ് അറിഞ്ഞിരിക്കണം എന്ന പുതിയ നിഷ്കർഷയാണ്. സംശയാസ്പദമായ ഭൂമി വിൽപ്പനകൾ നിരീക്ഷിക്കപ്പെടും. ആര് ആർക്ക് എപ്പോൾ വിറ്റു, അതെന്തിനുപയോഗിക്കുന്നു എന്നിവയെല്ലാം കൃത്യമായി രേഖപ്പെടുത്തി ജയിൽ വകുപ്പിനെ അറിയിക്കണം. കാരണം എൽ ചാപ്പോ രക്ഷപ്പെടുന്നത് അത്തരത്തിലാണ്. ജയിലിന് സമീപം ഒരു സ്ഥലം വാങ്ങുക, ആ സ്ഥലത്തിരുന്നു കൊണ്ട് തുരങ്കം കുഴിച്ച് ജയിലിനടിയിലേക്ക് എത്തുക. ഇത് തടയാൻ വേണ്ടിയാണ് ഈ നിയമം കൊണ്ടുവന്നിരിക്കുന്നത്. ഇതുകൂടാതെ കൊളറാഡോയിലുള്ള മെക്സിക്കൻ കുടിയേറ്റക്കാരെ പ്രത്യേകം നിരീക്ഷിക്കുന്നുണ്ട്. ജയിലിന് 40 കിലോമീറ്റർ ചുറ്റളവിൽ ഭൂമി കുഴിക്കാൻ ഉപയോഗിക്കുന്ന യന്ത്രങ്ങൾ വാടകയ്ക്ക് നൽകുന്നവരുടെ ഡാറ്റ ജയിൽ വകുപ്പിന്റെയും പോലീസിന്റെയും കയ്യിലുണ്ട്. ഇത് കൃത്യമായി നിരീക്ഷിക്കപ്പെടുന്നു. ജയിലിന് പുറത്ത് ഒരു ലെയർ സെക്യൂരിറ്റി കൂടി എൽ ചാപ്പോയ്ക്ക് വേണ്ടി ഏർപ്പെടുത്തിയിരിക്കുകയാണ് FBP. എന്നാൽ മെക്സിക്കോയിലെ സ്ഥിതി വ്യത്യസ്തമാണ്. എൽ ചാപ്പോയുടെ ജന്മനാടായ ലാറ്റ്യൂണയിലും സിനലോവയിലും എൽ ചാപ്പോയെ ജയിലിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നത് സംബന്ധിച്ച് സ്റ്റാർട്ടപ്പുകൾ പോലുമുണ്ട്. എൽ ചാപ്പോയെ കൊളറാഡോയിലെ ജയിലിൽ നിന്ന് രക്ഷിക്കുന്നതിന് ഏറ്റവും മികച്ച ആശയങ്ങൾ നൽകുന്നവർക്ക് മില്യൺ കണക്കിന് ഡോളറാണ് എൽ ചാപ്പോയുടെ മക്കൾ ഓഫർ ചെയ്തിരിക്കുന്നത്. എൽ ചാപ്പോയെ കൊളറാഡോയിലെ ജയിലിൽ നിന്ന് രക്ഷിക്കുന്നത് സംബന്ധിച്ച വീഡിയോ ഗെയിമുകൾ പോലും മെക്സിക്കോയിൽ പോപ്പുലറാണ്. സേവ് എൽ ചാപ്പോ എന്ന പേരിൽ തുടങ്ങിയ സ്റ്റാർട്ടപ്പുകൾക്ക് വേണ്ടി ലക്ഷക്കണക്കിന് ഡോളറാണ് സിനലോവ കാർട്ടൽ പൊടിക്കുന്നത്.